പ്രൈസ് സ്തോത്രം. സന്തോഷമുള്ളവർ അതല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ലോർഡ്. കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ ആമേൻ, വളരെ പ്രത്യാശയുടെ കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ ഉച്ചത്തിൽ ആമേൻ, ഹല്ലേലൂയ, ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം ഇന്ന് പകലിലും വൈകിവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുമായി ഒരുമിച്ച് ദൈവവചനം പങ്കുവയ്ക്കുവാനും ആമേൻ, ദൈവത്തെ സ്തുതിപ്പാനും സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആദ്യമായി സകലമാനവും സകല മഹത്വവും ആമേൻ, ഹല്ലേലൂയ, ഇന്നായിസോടെ നിർത്തിയിരിക്കുന്ന ആ നല്ല കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിപ്പാൻ ആമേൻ, സന്തോഷത്തോടുകൂടെ നന്ദി കരയേറ്റുവാൻ സ്വർഗത്തിലെ ദൈവം അവസരം നൽകി. കഴിഞ്ഞ ദിവസത്തിൽ നിങ്ങൾ കേട്ടതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ലൈവ് കേട്ടവർക്കും രാവിലത്തെ മോർണിംഗ് സെക്ഷൻ ആമേൻ മീറ്റിംഗ് കേട്ടവർക്കും അറിയാം. ആമേൻ, ഞങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച വെളുപ്പിനൊരു മീറ്റിങ്ങിന് കടന്നു പോകുമായിരുന്നു. യാത്രമധ്യേ വാഹനത്തിന് വിരോധമായി പിശാച് ആമേൻ ശക്തമായൊരു ആക്സിഡൻറ്റ് കൊണ്ടിട്ടു. കർത്താവ് കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിച്ചു. ഞങ്ങൾക്കാർക്കും ഒരു ദോഷവും തട്ടാതെ വണ്ണം കർത്താവ് പരിപാലിച്ചു. ദൈവം സൂക്ഷിച്ച നല്ല വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് ആമേൻ ചുക്കാൻ പിടിക്കുന്ന ഞങ്ങളെല്ലാവരും ആ വണ്ടിക്കകത്തുണ്ടായിരുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഞങ്ങൾ ആരെയും ഒരു ദോഷവും ഞങ്ങളുടെ ജീവിതത്തിൽ വരാതെ വണ്ണം വാഹനത്തിന് ആമേൻ നല്ലൊരു ആമേൻ ചെലവ് വന്നെങ്കിലും ആമേൻ സർവീസ് സെൻറ്ററിലാണ്, മൂവാറ്റുപുഴയാണ്, അവിടെ വെച്ചാണ് ആക്സിഡൻറ്റ് നടന്നത്. ദൈവമെങ്കിലും ആമേൻ വാഹനത്തിന്മേൽ പ്രതികൂലം ഇട്ടുവെങ്കിലും ജീവന് തൊടാതെ വണ്ണം സ്വർഗം ഞങ്ങളെ കുടുംബമായി ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും കർത്താവ് പരിപാലിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്കിലും ഞങ്ങൾ തോറ്റു പിന്മാറുന്നില്ല. ദൈവം അനുവദിച്ചാൽ ഞങ്ങളുടെ വാഹനം കിട്ടിയാൽ ഉടൻ ആമേൻ അടുത്ത ദിവസം ഞങ്ങൾ ആമേൻ സെറ്റ് ചെയ്തിരുന്ന ആ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നതായിരിക്കും. അതിന് യാതൊരുവിധ ആമേൻ മാറ്റവുമില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ആമേൻ ദൈവത്തിന് മുന്നമേ സകലതും അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, കർത്താവ് ഒന്നും ദോഷമായിട്ട് ചെയ്യുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം നൽകിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം നൽകിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ.
എത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമുള്ള ഒരിക്കൽ കൂടി ആ നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകലിൽ ആമേൻ വൈകിയ വേളയിൽ പാടാതിരിക്കുവാൻ കഴിയത്തില്ല. കാരണം ആമേൻ ഒരു ദുഃഖഭവനമാകേണ്ട ഞങ്ങളുടെ കുടുംബത്തെ ആമേൻ ഹല്ലേലൂയ ഇത്രത്തോളം സ്നേഹിപ്പാൻ, ഞങ്ങളെ ആമേൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, ആമേൻ കർത്താവിൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഭാരമാകേണ്ട ആമേൻ ഭാവകമായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സൂക്ഷിച്ച വിധങ്ങളെ ഓർത്ത്, ആമേൻ കർത്താവ് ആമേൻ കരുതിയ വിധങ്ങളെ ഓർത്ത് ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരുവാൻ, ഇത്രത്തോളം മാനിപ്പാൻ, ആമേൻ ഇത്രത്തോളം വേണ്ടതെല്ലാം നൽകി നിർത്തുവാൻ ആമേൻ ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല. ആമേൻ സ്വർഗം ഞങ്ങളെ കണ്ടതുകൊണ്ട്, സ്വർഗം ഒരിക്കൽ കൂടി ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട്, നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അവസരം നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ആമേൻ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ക്രിസ്തു എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിലും അവൻ വൈകിയ വേളയിൽ അവൻ ജിത്തു ദൈവവചനം ശുശ്രൂഷിക്കുന്ന സമയം അവൻ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവം കൊടുക്കുന്നത് ഏറ്റവും ബെറ്ററായിട്ടുള്ള തുണയെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അവൻ കൊടുക്കുന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതേ കർത്താവ് ചെയ്യത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഒരു 4 വർഷത്തിന് മുമ്പായിരുന്ന സാഹചര്യവും ഇന്ന് ആയിരിക്കുന്ന സാഹചര്യവും നോക്കാമെങ്കിൽ ആമേൻ ആർക്കും വേണ്ടാത്തതിനെ, ആർക്കും കൊള്ളരുതാത്തതിനെ, പുറം പറമ്പിൽ കിടക്കുന്നതിനെ, ഹല്ലേലൂയ ബലഹീനപ്പെട്ട് കിടക്കുന്നതിനെ, ഹല്ലേലൂയ അവനൊരു എഞ്ചിനീയർ എന്ന് അറിയപ്പെടുന്നതിനേക്കാൾ ഉപരി സ്വർഗത്തിലെ ദൈവം കർത്താവിൻ്റെ പെട്ടകം ചുമക്കുന്നവനാക്കി, ഒരു എഞ്ചിനീയറോടൊപ്പം കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്നവനാക്കി കർത്താവ് തീർത്തു. അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യതയിൽ ഉള്ളൊരു ലൈഫ് സ്റ്റൈൽ പോലെയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവനായിരുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം അവനെ സ്നേഹിച്ച് കൊണ്ടുവന്ന ആ വലിയ പദവിയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പറയട്ടെ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, നിന്ദകൾ വരുമ്പോൾ, പരിഹാസങ്ങൾ വരുമ്പോൾ ഒന്ന് ചിന്തിക്കണം, നമ്മൾ അടുത്തൊരു കാൽവെപ്പിലേക്ക് മുൻപോട്ട് പോകുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. വലിയൊരു തീച്ചൂള കഴിയുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു മഹത്വമുണ്ട്. ഓരോ കഷ്ടതയ്ക്ക് പിന്നിലും വലിയൊരു മഹത്വത്തിൻ്റെ സാക്ഷ്യം നമുക്ക് പറയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവൻ നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുന്ന ദൈവമല്ല, സകലതും അവൻ നന്മയ്ക്കായി ചെയ്യുന്നു. പിശാച് തിന്മയ്ക്കായി പദ്ധതി ഒരുക്കുന്ന സകലത്തിനെയും ദൈവം അത് നന്മയ്ക്കായി കാരണമാക്കി തീർക്കും. ഒരു സാക്ഷ്യം പങ്കുവെച്ച് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വചന ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. കഴിഞ്ഞ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലയിൽ ഞങ്ങളുടെ ഒരു ആത്മാർത്ഥ കുടുംബം യേശു കർത്താവ് ലാസറിൻ്റെ കുടുംബത്തെ സ്നേഹിച്ചതുപോലെ ഞങ്ങളെയും സ്നേഹിക്കുകയും കരുതുകയും മാനിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു കുടുംബം നമ്മുടെ പ്രേക്ഷർ ഫാമിലിയിൽ കാക്കാമൂല കടന്നു വന്നിട്ടുണ്ട്. അവരുടെ ചില സാക്ഷ്യങ്ങളൊക്കെ നമ്മളുമായി പങ്കുവെച്ചിട്ടുണ്ട്. അവരുടെ മകൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞ് 2-3 വർഷമായി തലമുറ ഇല്ലായിരുന്നു. പ്രാർത്ഥിച്ച് ദൈവം ഒരു ഉദരഫലത്തെ കൊടുക്കുവാനിടയായി. അങ്ങനെ ഡെലിവറിക്ക് തൊട്ട് മുൻപ്, പുള്ളിക്കാരി നാട്ടിൽ വരുന്നതിന് തൊട്ട് മുമ്പ് താൻ ദുബായിലായിരുന്നു, ഫാമിലിയായി താൻ നേഴ്സാണ്. നാട്ടിൽ കടന്നു വരുന്നതിന് മുമ്പായി ഞങ്ങൾ ആ ഭവനത്തിലൊന്ന് വിസിറ്റ് ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിച്ചു. ആ ഉദരത്തിലായിരിക്കുന്ന തലമുറ പുറത്തു വരുമ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകും. ഞാൻ ആ മാതാവിനോട് പറഞ്ഞു, നിങ്ങൾ ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേർന്ന് ജീവന് ജീവനായി, ആ കുഞ്ഞിന് പകരമായ ഒരു ജീവന് ജീവനായി ഒരു നേർച്ച നേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതൊരു വലിയ പ്രതികൂലമാണ്, പ്രതിസന്ധിയാണ്, പ്രതികൂല ഘട്ടമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആ
ആമേൻ ഞങ്ങൾ വരുവാനിടയായി. ഒരു വാക്കുകൂടെ പറഞ്ഞു. ആമേൻ ആമേൻ ഹോസ്പിറ്റലിൽ കടന്നു പോകുന്നതിന് മുമ്പ് അവൻ ഒരു ഫാസ്റ്റിംഗ് പ്രയർ ക്രമീകരിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുവാനിടയായി. ആമേൻ നീക്കുപോക്ക് നമുക്കുണ്ടല്ലോ. ആമേൻ ആമേൻ പരീക്ഷയുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആമേൻ ഞങ്ങൾ തിരികെ മടങ്ങി വന്നു. ആമേൻ പ്രിയ സഹോദരി വിദേശത്ത് നിന്ന് ഡെലിവറിക്ക് വേണ്ടി നാട്ടിലേക്ക് കടന്നു വന്നു. പക്ഷേ ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല. പെട്ടെന്ന് എമർജൻസിയായി അവരൊരു സ്കാനിങ് എടുത്തു. നാട്ടിൽ വന്ന് പിറ്റേ ദിവസം സ്കാനിങ് എടുത്തു. അത് വലിയ കോംപ്ലിക്കേഷൻ ആണെന്ന് കണ്ട് പെട്ടെന്ന് അവർ സിസേറിയൻ ചെയ്യുവാനിടയായി. സിസേറിയൻ ചെയ്തു. കുഞ്ഞിനെ ആമേൻ അവരുടെ കയ്യിൽ കിട്ടിയില്ല. NICUയിൽ 7 ദിവസം കുഞ്ഞ് അഡ്മിറ്റായിരുന്നു. ആ 7 ദിവസം കഴിഞ്ഞ് ആമേൻ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ ഹാർട്ടിൽ ആമേൻ 2 ഹോളുണ്ട്. ഈ ബ്ലഡുകൾ മിക്സിംഗ് ആയിട്ടാണ് പോകുന്നത്. കൂടാതെ കുഞ്ഞിന് വലിയ ശ്വാസം മുട്ടലാണ്. ശരീരം നീല കളറും നീരുമായിട്ടുള്ള അവസ്ഥയിലാണ്. ആമേൻ കുഞ്ഞ് കരയാൻ പാടില്ല. കുഞ്ഞ് കരയുന്നുമില്ല. ആമേൻ വലിയ ക്രിട്ടിക്കൽ സ്റ്റേജ്, എമർജൻസിയാ, സീരിയസ് ആണ് വൈദ്യശാസ്ത്രം പറയുവാനിടയായി. അതിനോടൊപ്പം മറ്റൊരു ആമേൻ ടെസ്റ്റ് കൂടി ചെയ്തു. ഒരു ബുദ്ധിമാന്ദ്യത്തിൻ്റെ ടെസ്റ്റ് കൂടി ചെയ്തു. ആ കുഞ്ഞിന് എന്തോ ഒരു ഫോൾട്ട് ഉള്ളതായിട്ട് ഡോക്ടർ പറയുവാനിടയായി. അവർ ആ സംശയം ദൂരീകരിക്കുവാൻ അവർ അതിനുള്ള ടെസ്റ്റ് ആമേൻ ആ വൈകല്യത്തെ തിരിച്ചറിയുവാനുള്ളൊരു ടെസ്റ്റും അവർ ചെയ്യുവാനിടയായി. അങ്ങനെ ആമേൻ ഞങ്ങളെ ഫോണിലൂടെ ഇൻഫോം ചെയ്തു. ആമേൻ പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾ അടങ്ങിയിരിക്കത്തില്ല. ഞങ്ങൾ പെട്ടെന്ന് ആമേൻ ആ ഭവനത്തിലോട്ട് പോയി. കുഞ്ഞിനെ ഒരാഴ്ച കഴിഞ്ഞ് അവർ ഡിസ്ചാർജ് ചെയ്ത് ഭവനത്തിൽ കൊണ്ടുപോയി. അവർ ഒരേ ഒരു നിർബന്ധം, ആമേൻ സിസ്റ്ററും പാസ്റ്ററും ഇതിനകത്ത് വന്ന് കാൽ കുത്തിയാൽ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയും. അവരുടെ വിശ്വാസമാണ്. ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മിടുക്കോ ഒന്നുമല്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോഴും ഞങ്ങൾ ആമേൻ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോഴും മാവ് ഞങ്ങളോട് സംസാരിച്ചത് ഈ സെയിം വചനമാണ്. പൊന്നോ വെള്ളിയോ എന്ന് ഞങ്ങൾക്കില്ല. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കണം. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോയത് ഇതാണ്, അങ്ങനെ ഒരു അംഗവൈകല്യമുള്ള കുഞ്ഞായി ഞങ്ങൾ അതിനെ കാണുവാനിടയാകരുത്. അങ്ങനെ ഞങ്ങൾ അവിടെ കടന്നുപോയി. ആമേൻ ആ മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ ആദ്യം പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പായി, കാരണം നമ്മൾ യാത്ര ചെയ്തു വന്നതാണല്ലോ, കുഞ്ഞ് ഇത്രയും ബുദ്ധിമുട്ടുള്ളതാണ്, തൊടുവാൻ പാടില്ല. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആ റൂമിൽ കടന്നുപോയി. ആമേൻ പ്രിയ സഹോദരിയും തന്നെ പ്രസവിച്ച തൻ്റെ മാതാവും വാത്സല്യ മാതാവും ഈ കുഞ്ഞുമാണ് ഒരു റൂമിനകത്തുള്ളത്. അവൻ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അതുപോലെ ഈ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അതിനകത്ത് ചെല്ലുമ്പോഴും കുഞ്ഞിന് വെയിറ്റ് കുറവാണ്, ശരിയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു, ഈ കുഞ്ഞിന് യാതൊരുവിധ ഫോൾട്ടുമില്ല. കർത്താവ് ഈ കുഞ്ഞിനെ സന്ദർശിക്കുവാൻ പോകുന്നു. ദൈവം ആ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ പോകുന്നു. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പക്ഷേ അമ്മ പറഞ്ഞത് ഇതാണ്, കാരണം വൈദ്യശാസ്ത്രം കൊടുത്ത സർട്ടിഫിക്കറ്റ് ഉണ്ട്. ജന്മന ആ കുഞ്ഞിൻ്റെ ഹാർട്ടിൽ ഹോളുണ്ട്, 2 ഹോളുണ്ട്. ഒന്നാണെങ്കിൽ പൊട്ട, 2 ഹോളുണ്ട്. അപ്പോൾ എന്ത് നമ്മൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചാലും പുള്ളിക്കാരി നേഴ്സും കൂടെയാണ്. ഈ പേപ്പേഴ്സ് ഞങ്ങളെ കാണിച്ചു. ഞങ്ങളോട് പറഞ്ഞു, സിസ്റ്ററെ ഇത് ഇമ്പോസിബിൾ ആണ്, ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. പുള്ളിക്കാരി പെന്തക്കോസ്തിൻ്റെ ഭയങ്കര അടിസ്ഥാനമുള്ള പുള്ളിക്കാരിയാണ്. എന്തായാലും തൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ച് താൻ ഐഡൻറ്റിഫൈ ചെയ്തു കുഞ്ഞിന് ഹാർട്ടിൻ്റെ പ്രശ്നമാണ്. താൻ ബ്രസ്റ്റിൽ നിന്ന് ഫീഡ് പോലും ചെയ്യത്തില്ല. കാരണം വലിച്ചു പാല് ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരം നീല കളറാകുന്നുണ്ട്. ഞാൻ അപ്പോഴും പറഞ്ഞു, വൈദ്യശാസ്ത്രം പലതും പറയും, പക്ഷേ സൗഖ്യമാക്കുന്ന ഒരുവനുണ്ട്. ധൈര്യമായി കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. കാരണം ഞങ്ങൾ ചെല്ലുന്ന സമയത്തും ഈ കോവറിനകത്തിനകത്ത് പിഴിഞ്ഞ് പമ്പ് വെച്ച് പിഴിഞ്ഞ് കുഞ്ഞിന് കൊടുക്കുന്നതാ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്ത് തുടങ്ങിക്കോ. ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം കണ്ട ഞങ്ങളാ. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവന്നെങ്കിൽ നിങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഈ ഒരു പ്രതിസന്ധി കടന്നു വന്നത്. ഞങ്ങൾ വിശ്വാസത്തോടെ പാസ്റ്റർ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുവാനിടയായി. ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ കൈവച്ചില്ലെങ്കിലും അതിനെ കിടത്തിയിരിക്കുന്ന ബെഡിൽ കൈവച്ച് ഞങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. കാരണം ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ശ്രവണം പോലും നഷ്ടപ്പെട്ടു, അതിൻ്റെ കേൾവി പോലും നഷ്ടപ്പെട്ടു. ഞങ്ങൾ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ശബ്ദത്തിനനുസരിച്ച് കുഞ്ഞിൻ്റെ ചെവി ഞങ്ങളുടെ ശബ്ദത്തിനനുസരിച്ച് തിരിയുവാൻ തുടങ്ങി, കണ്ണു തുറക്കുവാൻ തുടങ്ങി. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥന നിർത്തിയില്ല. ഏകദേശം ഒരു 10 മിനിറ്റോളം ആ കുഞ്ഞിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിക്കുന്ന സമയം മുഴുവനും എൻ്റെ കുഞ്ഞിനെ, ഞാൻ മൂത്ത കുഞ്ഞിനെ പ്രസവിച്ച സമയത്ത് ഞാൻ എന്തുമാത്രം കഠിന വേദന അനുഭവിച്ചോ അതിനേക്കാൾ അപ്പുറമായി ഈ അമ്മ കരയുന്നുണ്ട്.
ആമേൻ വളരെ വേദനപ്പെട്ട് പുള്ളിക്കാരി ഇച്ചിരി ആമേൻ കളർ കൂടിയ ഒരാളും കൂടെ ആയതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് അറിയുവാൻ കഴിയും. തൻ്റെ ശരീരമൊക്കെ ആമേൻ ചുമന്ന കളറിലേക്ക് മാറി വളരെ ആമേൻ വാവിട്ട് കരയുവാൻ തുടങ്ങി. ആ ദേശത്ത് ആർക്കും അറിയത്തില്ല, അവരുടെ ബന്ധുക്കൾക്ക് അറിയത്തില്ല, ഈ വീട്ടിലുള്ള അംഗങ്ങൾക്ക് മാത്രമേ ഈ പ്രശ്നം അറിയത്തുള്ളൂ. ആമേൻ. ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഞങ്ങൾ മടങ്ങുവാൻ ഇറങ്ങുന്ന സമയത്തും ആ സഹോദരി പറഞ്ഞു, സിസ്റ്റർ നിങ്ങളൊക്കെ വിശ്വാസത്തിൻ്റെ വാക്ക് പാസ്റ്ററും സിസ്റ്ററും പറഞ്ഞിട്ട് പോയി, ഇതിനകത്തൊരു ചേഞ്ച് ഉണ്ടാകുമോ? ഞങ്ങൾ പറഞ്ഞു ആമേൻ വരുന്ന 2 ആഴ്ചയ്ക്കകം ഞങ്ങൾ മടങ്ങി വരുമ്പോൾ അടുത്ത റിസൾട്ട് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ 2ാമത്തെ പ്രാവശ്യം ആമേൻ തൻ്റെ ആമേൻ മകൾ ആമേൻ പ്രഗ്നൻ്റ് ആണ്. മകളും മരുമകനുമായി നാട്ടിൽ കടന്നു വന്നു. ഞങ്ങളെ സ്പെഷ്യലായിട്ട് കാണാൻ വിളിച്ചത് മുഖാന്തരം അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടതിന് ആമേൻ ആവശ്യമുള്ളത് കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ അവിടെ പോകുവാനിടയായി. ഞങ്ങളവിടെ ചെന്നപ്പോൾ കേട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുണ്ട്. ആമേൻ. ഡോക്ടർ പറഞ്ഞു ആമേൻ കുഞ്ഞിന് ഫീഡ് ചെയ്യരുത്, ആമേൻ കുഞ്ഞിനെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യിപ്പിക്കരുത്, കുളിപ്പിക്കരുത്. കാരണം ആ സഹോദരി പറഞ്ഞത് കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ കുഞ്ഞിൻ്റെ കൈ മുഴുവനും നീല കളറാവും, ഓക്സിജൻ കുറയുന്ന പോകുന്ന അവസ്ഥ. ആ സഹോദരി പറഞ്ഞത് ഇതാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ചെക്കപ്പ് ചെയ്തപ്പോൾ എക്കോ എടുത്ത് നോക്കിയപ്പോൾ ആ 2 ഹോളും അവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ 2 ഹോളും അവിടെ ഇല്ല. ആമേൻ. ഇനി ഒരു ചെറിയൊരു ഫോൾട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ചെക്കപ്പ് ഇനി വരും ദിവസങ്ങളിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർ ആമേൻ ആ എടുത്ത ആ ക്രോമസോമിൻ്റെയൊക്കെ ആ ഒരു റിസൾട്ട്, ആ തലയുടെയും ആമേൻ ആ ജീനിൻ്റെയൊക്കെ ആ റിസൾട്ട് അവർ ഞങ്ങളെ കാണിച്ചു തന്നു. അതിലൊന്നിൽ ഒരു വൈകല്യം, ബുദ്ധിമാന്യത്തിൻ്റെ 30% ആണെന്ന് തോന്നുന്നു, ഓർക്കുന്നില്ല. ആമേൻ ഒരു ഫോൾട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിശ്വാസത്തോടെ അതിനെയും ശാസിച്ച് പ്രാർത്ഥിച്ചു. അടുത്തിന് എപ്പോഴാണ് അത് ചെക്ക് ചെയ്യുന്നത്, അതിനും ഒരു കുഴപ്പവുമില്ലാതെ ദൈവം ആ തലമുറയെ ദാനമായി നിങ്ങൾക്ക് തന്നു. കാരണം അതൊരു ആൺകുഞ്ഞാണ്. അവൻ കർത്താവിൻ്റെ പെട്ടകം ചുമക്കേണ്ട തലമുറയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെയും തീർന്നില്ല. കുഞ്ഞിൻ്റെ ആമേൻ കേൾവിക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. അടുത്ത ടെസ്റ്റിൽ ആമേൻ അതിൻ്റെയും റിസൾട്ട് വന്നു. കുഞ്ഞിൻ്റെ ചെവിക്കും ഒരു കുഴപ്പവുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, നമ്മൾ വിശ്വസിക്കുമെങ്കിൽ ആമേൻ ഭക്തൻ ഒരു ആമേൻ ആലോചന പറയുമ്പോൾ അത് അംഗീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ ആമേൻ ആ ഇല്ല എന്ന് പറയുന്ന സ്ഥാനത്ത് ചിലത് പുതിയത് വെച്ചുപിടിപ്പിച്ച് ആമേൻ നിന്നെ ഒരു വലിയ മഹത്വമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. ആമേൻ. ഇന്ന് വൈകിയ വേളയിലും എൻ്റെ ശബ്ദം കേൾക്കുന്ന, എൻ്റെ ശബ്ദ പരിധിയിൽ കേൾക്കുന്ന, ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ആമേൻ വൈകല്യമോടെ ആമേൻ ഇനി ജനിക്കുവാൻ പോകുന്നതിനെ ഓർത്ത്, ജനിച്ചതിനെ ഓർത്ത് ആരെങ്കിലും കരഞ്ഞും വേദനപ്പെട്ടും ഭാരത്തോടും ആയിരിക്കുന്നുവെങ്കിൽ പ്രവചനാത്മാവിന്റെ ദൂതനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന് നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയെ മാറ്റുവാൻ, വൈദ്യശാസ്ത്രം പറയുന്നതിനെ ഇല്ല എന്ന് പറയുന്നതിനെ ആമേൻ അത് അങ്ങനെയാണെന്ന് പറയുന്നതിനെ തിരുത്തി പറയുവാൻ നസ്രേന യേശു വന്നിട്ടുണ്ട്. അത് നിന്റെ തലമുറയുടെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ബിസിനസ്സിൽ, നിന്റെ തൊഴിലിൽ, നിന്റെ ശുശ്രൂഷയിൽ നിന്നെ ഒതുക്കിക്കൂട്ടിയ സകല മേഖലകൾക്കകത്തു നിന്നും ആമേൻ സ്വർഗം പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറ ആമേൻ. ഹല്ലേലൂയ. എൻ്റെ അവസ്ഥയ്ക്ക് അവൻ വ്യത്യാസം വരുത്തുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വസിക്കുമെങ്കിൽ ഹല്ലേലൂയ. കാരണം ഞങ്ങൾ അത്രത്തോളം അതിനകത്ത് കരയുവാനിടയായി. ഒരമ്മ കരയുന്നത് പോലെ, ഒരപ്പൻ കരയുന്നത് പോലെ അത്രത്തോളം ആ കുഞ്ഞിന് വേണ്ടി ആത്മാർത്ഥമായി കരയുവാനിടയായി. ഞങ്ങൾ 2ാമത് ചെയ്യുന്ന സമയത്ത് ആ കുഞ്ഞ് കുറച്ചുകൂടെ പുഷ്ടി വെച്ചു, കുറച്ചുകൂടെ ആരോഗ്യത്തോടെ ആ തലമുറയെ കാണുവാൻ സ്വർഗം സഹായിച്ചു. ദൈവം അനുവദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു താൻ ആമേൻ വരുന്ന 3 മാസത്തിനകം തിരിച്ച് റിട്ടേൺ കുഞ്ഞിനെ നാട്ടിലാക്കിയിട്ട് താൻ വിദേശത്ത് ജോലിയിലേക്ക് ആമേൻ മടങ്ങിപ്പോകുവാൻ ആഗ്രഹിക്കുന്നു. അതിന് മുമ്പായി ദൈവം അനുവദിച്ചാൽ നമ്മുടെ കാക്കാമൂല, നമ്മുടെ ആമേൻ ഹെഡ് ആമേൻ സഭയിലേക്ക് ആ സഹോദരി സാക്ഷ്യം പറഞ്ഞിട്ടേ മടങ്ങിപ്പോകത്തുള്ളൂ. കാരണം അവൻ വലിയത് പ്രവർത്തിക്കുന്ന ദൈവമാ. വൈദ്യശാസ്ത്രം ആമേൻ ഇത് സംഭവിക്കത്തില്ല, ഇന്നതാണെന്ന് പറഞ്ഞ് വിധി എഴുതുമ്പോൾ പ്രിയ ആമേൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അവൻ നിനക്ക് ഈ രോഗമാണെന്ന് പറഞ്ഞു വൈദ്യശാസ്ത്രം അടിവരയിട്ട് പറഞ്ഞ് അവൻ ഒരു പേപ്പറിൽ നിന്റെ രോഗത്തെ എഴുതി കൂട്ടുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇന്ന് വൈകിയവൾ ദൂത് പറയുന്നു. ഓ റമാന ശിയാംതനെ അൽഗൽ പ്രൗഢവന ദീപല
ഒരു ചുമരിൽ ഒതുങ്ങിക്കൂടേണ്ട വ്യക്തിയല്ല നീ. ആമേൻ. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ഒരു പേപ്പറിൽ കഷ്ണത്തിൽ ഒതുങ്ങിക്കൂടേണ്ടതല്ല നീ. ഒരു ചുമരിൽ ചേർത്ത് വെക്കേണ്ടതല്ല നിന്നെ. നിന്നിലൂടെയുള്ള വലിയ ദൈവത്തിന്റെ മഹത്വം ജൂഡബബ ശംതനഗദനഗടക ശിയാംതന വൈഡവന ദീവൽ പ്രൗഢ ശംതാരഗന അടകത്തുനി ദിഗാലഗടക ശംതനാരകൾ പ്രൗഢവന. ആമേൻ. ഒരു മാന്യതയുടെ പുതപ്പ്, ഒരു മാന്യതയുടെ പുതപ്പ്. ലോകം നിനക്ക് മാന്യത തരുന്നില്ല. ലോകം നിന്നെ കണ്ണുനീരിലാഴ്ത്തുന്നുണ്ട്, ചില വാക്കുകൾ കൊണ്ട് കുത്തുന്നുണ്ട്. തേള് പുറകിൽ നിന്ന് കുത്തുന്നത് പോലെ, ആമേൻ, തേള് കുത്തുന്നത് പോലെ സ്നേഹത്തോടെ നിന്ന് തേളിന്റെ സ്വഭാവം കാണിക്കുന്ന ചിലത്. പരിശുദ്ധാത്മാവ് നിന്നെ ചില തീക്കകത്തിൽ നിന്ന് സ്വർഗം നിന്നെ വലിച്ചുകൊണ്ട് പുറത്തു വരികയാ. ജൂഡബബ ശംതനാരകൾ പ്രൗഢവന അടകതരകടക ശിയാംതനെ. എനിക്കറിയത്തില്ല ആരോടെ പരിശുദ്ധാത്മാവ് വ്യക്തമായൊരു ദൂത് കൈമാറുന്നു. കൂടെ നിന്നിട്ട് ആമേൻ തേളിന്റെ സ്വഭാവം, തേളിന്റെ സ്വഭാവം, ആമേൻ, കൂടെ നിന്നിട്ട് ആമേൻ നിന്നെ ആ വാലുകൊണ്ട് കുത്തി ഞാനല്ല എന്ന മട്ടിൽ നിന്നെ വേദനിപ്പിക്കുന്ന, നിന്നെ ഡിമ്മാക്കി കളയുന്ന, നിന്നെ ഒതുക്കിക്കൂട്ടുന്ന, സ്നേഹത്തിൽ നിന്നെ ചതിക്കുന്ന ചില വാക്കുകൾ. ജൂഡബബ ശംതനാരകൾ ഘടക ശിയാംതന വൈഡവന ദീപലഘടകശി. ആ കെട്ടഴിഞ്ഞ് നീ പുറത്തു വരികയാ. ആ തീയിൽ ആമേൻ നീ കെട്ടഴിഞ്ഞ് പുറത്തു വരികയാ. ജൂഡബബ ശംതന. എന്തുകൊണ്ടെന്നറിയാവോ അഭിഷക്തനെ? നീ ആ തീക്കകത്ത് വീണത് ചില തേളുകൾ കത്തിയമരേണ്ടതുണ്ട്. നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി, നിന്റെ വാഗ്ദത്തത്തിന് വിരോധമായി, നിന്റെ നന്മയ്ക്ക് വിരോധമായി, നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി, നിന്റെ തലമുറയ്ക്ക് വിരോധമായി, അടുത്തൊരു കാൽവെപ്പിന് വിരോധമായി, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ചില തേളുകൾ ആ തീക്കകത്ത് കിടന്ന് വെന്തു പോകുന്നത് നീ നിന്റെ വിശ്വാസ കണ്ണുകൊണ്ട്, നീ നിന്റെ അഭിഷക്ത കണ്ണുകൊണ്ട് സ്വർഗം നിന്നെ കാണിപ്പിക്കുവാൻ പോവുകയാ. ജൂഡബബ ശംതനാരകൾ പ്രൗഢവന. തീയുടെ വേദന നീ ഭാരപ്പെടേണ്ട, നിന്നയുടെ വേദന നീ ഭാരപ്പെടേണ്ട, കലക്കി പറയുന്ന പ്രശ്നത്തെ നീ ഭാരപ്പെടേണ്ട. ചില തേളുകളെ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഇന്ന് വൈകിയുള്ളൊരു സ്പെഷ്യൽ അധികാരത്തെ ജൂഡബബ ശംതനഗദനഗടകശി ദീപൽ പ്രൗഢവന ശംതനാരകൾ പ്രൗഢവരഗദനഗടകശി അതരഗടകശിയാംതനെ. സ്വർഗം നിനക്ക് കൈമാറുകയാ, സ്വർഗം നിനക്ക് കൈമാറുകയാ, സ്വർഗം നിനക്ക് കൈമാറുകയാ. ജൂഡബബ ശംതനഗടകശിയാംതനെ. കുടുംബത്തിൽ വേണ്ടാത്തവനെ, കുടുംബത്തിൽ വേണ്ടാത്തവളെ, ലോകത്തിന് വേണ്ടാത്തവനെ, ആമേൻ, മിനിസ്ട്രിക്ക് വേണ്ടാത്തതിനെ ജൂഡബബ ശംതന. തള്ളപ്പെട്ടത് നല്ലതാ, എറിയപ്പെട്ടത് നല്ലതാ, ആമേൻ, തീക്കകത്ത് വീണത് നല്ലതിനാ. കാരണം ആ തീക്കകത്ത് വെളിപ്പെട്ട് വരുന്ന ഒരു അദൃശ്യമായ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ജൂഡബബ ചില പൊട്ടക്കുഴി നല്ലതാ, ആമേൻ, ചില പൊട്ടക്കുഴിയിൽ എറിയപ്പെട്ടത് നല്ലതാ. വിശ്വാസത്തോടെ പറ, അപ്പ ആ കാരാഗ്രഹം നല്ലതാ, അതെന്റെ ദർശന പുറത്തു വരാനാ. നിന്നെ പണിയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒതുങ്ങിപ്പോകരുത്, ഒതുങ്ങിപ്പോകരുത്, ഒതുങ്ങിപ്പോകരുത്. ഒരു തീയായി ജൂഡബബ ശംതരഗദനഗടകശിയ അധുനഗടക ശംതനാരകൾ പ്രൗഢവന വൈഡൽ പ്രൗഢവന. നിന്നെ മറ്റുള്ളവർ വിറ്റുകളയട്ടെ. അവൻ ഒരു വാക്കിന് വേണ്ടി, ഒരു പദവിക്ക് വേണ്ടി, ഒരു സ്ഥാനത്തിന് വേണ്ടി വിറ്റുകളഞ്ഞൊരു യോസേഫിനെ പോലെ ജൂഡബബ ശംതരഗദനഗടകശി. അങ്ങനെ കരയുന്ന ആരെയോ ഇന്ന് വൈകിവൾ പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട്. ഒരു വാക്കിന് വേണ്ടി, ഒരു സ്ഥാനത്തിന് വേണ്ടി എന്നോട് പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുവാൻ പറയുന്നു. ഒരു സ്ഥാനത്തിന് വേണ്ടി, ഒരു പദവിക്ക് വേണ്ടി അവൻ ഒരു വാക്കിന് മുമ്പിൽ നിന്നെ വിറ്റുകളഞ്ഞ ജൂഡബബ ശംതന. അവൻ അവരറിഞ്ഞില്ല നീ ഒരു യോസേഫാ. ഓ റഖലഗശിയാംതന വൈഡമന ദീപലഗടകശി അർഥുനാരകൾ പ്രൗഢവന ഹടകശിയാംതനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ യോസേഫാണ്. ആമേൻ. ഹല്ലേലൂയ. നിനക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. അതുകൊണ്ട് നീ തേളിനെ ഭയപ്പെടേണ്ട, നിന്റെ ചുറ്റിലുമുള്ളതിനെ നീ ഭയപ്പെടേണ്ട, നിന്റെ അയൽവക്കത്തെ നീ ഭയപ്പെടേണ്ട, നിന്റെ ബന്ധുക്കളെ നീ ഭയപ്പെടേണ്ട, നിന്റെ ചുറ്റും കൂടുന്ന 1000 സൈന്യത്തെ നീ ഭയപ്പെടേണ്ട കാര്യം
കാര്യമില്ല. ആമേൻ, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വശത്ത് ആമേൻ വലതുവശത്ത് 10,000 പേർ വീണാലും ആമേൻ ഹല്ലേലൂയ നിനക്കൊന്നും സംഭവിക്കത്തില്ല. ആമേൻ, തീ കത്തിയത് നീ കാണുന്നുണ്ട്, പക്ഷെ നിന്റെ ശരീരത്തിനകത്ത് അതിന്റെ മണം പോലും തട്ടാതെ വണ്ണം ചൂടാബാബ ശംധരഗദരഗടക സിയാംദന അഥനഗടക ശംദനാരകൾ പ്രൗഢവന വൈഡനാറിഖാനഗടകസി അന്തരഗടക ശംദനാരകൾ പ്രൗഢവന. എനിക്കറിയത്തില്ല ആമേൻ, ചില കേസുകൾ ആമേൻ പരിശുദ്ധാത്മാവ് പൊളിക്കുന്നുണ്ട്, ചില പോലീസ് കേസുകൾ ചൂടാബാബ ശംദനാരകൾ കടകസി. എനിക്കറിയത്തില്ല ആമേൻ, സ്വർഗം ആമേൻ ഹല്ലേലൂയ ചില കേസുകളെ വിധികളെ പരിശുദ്ധാത്മാവ് മാറ്റിവിരിക്കുന്നുണ്ട്. ചൂടാബാബ ശംധരഘടക സിയാംദന വൈഡമന. അതാ ഞാൻ പറഞ്ഞേ, തേള് 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 ആമേൻ ഹല്ലേലൂയ നിനക്ക് വിരോധമായി കൂടെ നിന്ന് ചില കേസുകളെ പദ്ധതി ഒരുക്കിയ വൈഷമന ഘടക സിയാംദന അർത്ഥപ്രൗഢമന ധീമല ഘടകസി. എനിക്കറിയത്തില്ല ആരോടോ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ചില കേസുകളെ നിനക്ക് വേണ്ടി കർത്താവ് അനുകൂല വിധികളെ കർത്താവ് ചെയ്യുവാൻ പോകുന്നു. ജൂഡാബന ശംധരഘടന ഘടകസി അർത്ഥപ്രൗഢമന നാളുകൾ കൊണ്ട് ഇറങ്ങുന്നുണ്ട്. ആമേൻ, നാളുകൾ കൊണ്ട് ഇറങ്ങുന്നുണ്ട്. ഒരു വിടുതൽ അതിനകത്ത് കാണുവാൻ കഴിയുന്നില്ല. ഉപവസിക്കുന്നതിന് കുറവില്ല, പ്രാർത്ഥിക്കുന്നതിന് കുറവില്ല, ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുന്നുണ്ട്, എന്നിട്ടും ഒരു പരിഹാരം കിട്ടുന്നില്ല. സ്വർഗം പറയുന്നു ആ തേളിനെ കർത്താവ് പുറത്തെടുക്കാൻ പോകുകയാ. നിനക്ക് വിരോധമായി പദ്ധതി ഒരുക്കിയ ആമേൻ എവിടെയോ മറഞ്ഞിരിക്കുന്ന ഒരു തേള് ചൂടബബ ശംദന അതനഘടക സിയാംദന അർത്ഥനഘടക ദീപൽ പ്രൗഢവന. ആമേൻ ഹല്ലേലൂയ. നീ യുദ്ധത്തിന് പോണ്ട, യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നോട് കർത്താവ് അങ്ങനെ പറയുവാൻ പറയുന്നു, നീ ആ തേളിനോട് യുദ്ധം ചെയ്യുവാൻ പോണ്ട, യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കാരണം നീ ഒരു ഭക്തനാ, നീ ഒരു ഭക്തയാ. അവൻ നിനക്ക് വിരോധമായി പിശാച് വിഷം ചീറ്റുമ്പോൾ തന്നെ നിനക്കുള്ളൊരു പരിഹാരത്തെ അവൻ കരുതിയിട്ടുണ്ട്. അബ്രഹാമിന് വേണ്ടി അവൻ തന്റെ തലമുറയ്ക്ക് പകരമായി അവൻ ഒരു ആട്ടിൻ കൊറ്റനെ കരുതിയെങ്കിൽ നിനക്ക് വേണ്ടി അവൻ നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി ചൂടാബാബ ശംധരഘടക സിയാംദന വൈഡമന ധീമനഘടക സിയാംദന ഒരു കരുതലിന്റെ കരം, ഒരു കരുതലിന്റെ കരം അത് സ്വർഗം ആമേൻ ചെയ്യുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ആ കരുതൽ ഞാൻ അനുഭവിക്കുവാൻ പോകുന്നു, അതെന്റെ കുടുംബം അനുഭവിക്കുവാൻ പോകുന്നു, എന്റെ മക്കൾ അനുഭവിക്കുവാൻ പോകുന്നു. ചൂടമന ശംധനാരകൾ പ്രൗഢവന അഥനഘടക സിയാംദനെ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമ്മൾ ഇവിടെ വായിച്ചു കേട്ടു അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം ആമേൻ അതിന്റെ 6-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിച്ചു. അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ആമേൻ നടക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ പത്രോസും ആമേൻ യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ ആമേൻ ഹല്ലേലൂയ ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു വ്യക്തി ആമേൻ ഹല്ലേലൂയ ഒരാൾ ആമേൻ ചുമന്ന് ആമേൻ ഒരാളെ ചുമന്ന് ആമേൻ ആമേൻ ആലയത്തിന്റെ ആമേൻ ഹല്ലേലൂയ കടന്നു വരുന്ന വ്യക്തികളോട് ഭിക്ഷ യാചിപ്പാൻ ആമേൻ ആ ഗോപുരത്തിന്റെ ആമേൻ ആലയത്തിന്റെ ആമേൻ ഹല്ലേലൂയ ഫ്രണ്ടിൽ കൊണ്ടിരുത്തുക പതിവായിരുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിലെ ആമേൻ മുടന്തനായ ഒരു വ്യക്തി ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ എന്തിനാ വ്യക്തി അവിടെ കൊണ്ടിരുത്തിയത്? ആമേൻ അവന് ജീവിക്കണമെങ്കിൽ. കാരണം ആമേൻ ജന്മന മുടന്തനായ വ്യക്തിയാ. ആമേൻ അവന് ജോലിക്ക് പോവാൻ പറ്റത്തില്ല. ആമേൻ ഹല്ലേലൂയ അവൻ നടക്കാൻ വളരെ ആഗ്രഹമാ. ആമേൻ ചെരുപ്പിട്ട് മറ്റുള്ളവർ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല ചെരുപ്പിട്ട് ആമേൻ തുള്ളിച്ചാടി അവരുടെ കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒരിക്കലും മരണം വരെ എനിക്കൊരിക്കലും എഴുന്നേറ്റ് നടക്കുവാൻ കഴിയത്തില്ല എന്നുള്ള ഭാരത്തോടെ വേദനയോടെ ആമേൻ എനിക്ക് നടക്കുന്നത് എങ്ങനെയെന്ന് കാണുവാൻ ഒരു ഭാഗ്യം അനുഭവിക്കുവാൻ ഇല്ലെന്ന് പറഞ്ഞ് പിറപിറപ്പോടെ ജീവിതം മുൻപോട്ട് തള്ളി നീക്കിയ ആമേൻ 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 ഉദരത്തിലെ മുടന്തനായൊരു വ്യക്തിയെ നമുക്കവിടെ കാണുവാൻ കഴിയും. കാരണം ആ വ്യക്തിയുടെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. ആമേൻ ഇനി ഒരിക്കലും നടക്കുവാൻ കഴിയത്തില്ല. ആമേൻ എനിക്കറിയത്തില്ല നഷ്ടമായി പോയ എന്തിനെയൊക്കെയോ ഓർത്ത് കരയുന്ന ആരൊക്കെയോ ഇന്ന് വൈകിയവേളയിൽ ശബ്ദം കേൾക്കുന്നുണ്ട്. ആമേൻ എൻ്റെ ജീവിതം ഒരു പരാജയമാണ്. ആമേൻ എൻ്റെ ജീവിതത്തിനകത്ത് നല്ലതൊന്നും ഇനി സംഭവിക്കത്തില്ല. ഇനി ഞാൻ എന്തൊക്കെ ആയി തീർന്നാലും എന്നെ ആരും വിശ്വസിക്കത്തില്ല. അങ്ങനെ
അങ്ങനെ ഒരു ചിന്ത അലട്ടുന്ന ആരോ ആമൻ ഈ വൈകിവേള എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആമൻ ഞാൻ പണ്ടേ ഇങ്ങനെ, ഞാൻ ജന്മന ഇങ്ങനെ ഒരു വ്യക്തിയാ, അതുകൊണ്ട് ഇനി എൻ്റെ പേരിനെ ആമൻ എൻ്റെ ക്യാരക്ടറിനെ എങ്ങനെ തിരുത്തിയാലും ഞാൻ ഇങ്ങനെയുള്ളൊരു വ്യക്തി എന്നേ അറിയപ്പെടത്തുള്ളൂ. അങ്ങനെ ഭയപ്പെടുന്ന ആരോ ആമൻ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ വ്യക്തിയോട് സ്വർഗം പറയുന്ന ഒരു ദൂതിത, ആമൻ നീ എങ്ങനെയുള്ളൊരു വ്യക്തിയാവട്ടെ, ആമൻ നീ എങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ, പക്ഷെ നിന്റെ പേരിനെ മാറ്റുവാൻ സ്വർഗത്തിന് കഴിയും. നിന്റെ അവസ്ഥയെ മാറ്റുവാൻ സ്വർഗത്തിന് കഴിയും. ഹല്ലേലൂയ. നിന്റെ സാഹചര്യത്തിന്റെ വിധിയെഴുത്തുകളെ മാറ്റുവാൻ, നിന്നിലൂടെയുള്ള ദൈവത്തിന്റെ മഹത്വത്തെ ആമൻ തിരിച്ചറിയിപ്പിക്കുവാൻ നിന്നിലൂടെ ആമൻ ഒരു വലിയ അത്യന്ത ശക്തി സ്വർഗം പകർന്നു തന്ന് ആമൻ നിന്റെ പേരിനെ സ്വർഗം മാറ്റുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടിയാ ഈ കണ്ണുനീരും പ്രാർത്ഥനയും. പ്രൈസ് ദി ലോർഡ്. അതിനാ നീ ദൈവസന്നിധിയിൽ നെടുമ്പാട വീഴുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ ആമൻ എന്തെങ്കിലും കിട്ടുന്നതും ആമൻ ഭക്ഷിച്ച് ജീവിക്കാം. ആമൻ ആമൻ ആരെങ്കിലും തരുന്നത് തന്ന് എൻ്റെ കുടുംബവുമായി എനിക്ക് മുൻപോട്ട് പോകാം. അങ്ങനെ ആമൻ ഇരുന്ന ആമൻ ഒരു ആമൻ ജന്മന മുടന്തനായൊരു വ്യക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദേവാലയത്തിന് ഫ്രണ്ടിലിരുന്ന് ആമൻ അവിടെ വരുന്നവരെല്ലാവരും ആമൻ ആമൻ ഫ്രണ്ടിലിരിക്കുന്ന ആമൻ ഭിക്ഷാടകർക്കെല്ലാം ആമൻ ആമൻ ഹല്ലേലൂയ നന്മ കൊടുക്കുക പതിവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമൻ ഹല്ലേലൂയ. എല്ലാ ദിവസവും ആമൻ അവിടെ നിന്ന് കിട്ടുന്ന നന്മയുമായി ആമൻ തൻ്റെ ഭവനം പോറ്റി പുലർത്തുന്ന ആമൻ ഒരു വ്യക്തിയായിരുന്നു. ആമൻ ഹല്ലേലൂയ. ഈ ജന്മന മുടന്തനായ വ്യക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതവന്റെ ജീവിത മാർഗമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതവന്റെ ആമൻ ഹല്ലേലൂയ ആമൻ വയറ്റിപ്പിഴപ്പായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ആമൻ ഹല്ലേലൂയ ആമൻ അങ്ങനെ അവൻ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ആകാംക്ഷയോടുകൂടെ ഇന്നും ആമൻ എൻ്റെ കോളിനായി ആരെയെങ്കിലും അയക്കുമെന്നുള്ളൊരു പ്രത്യാശയോടുകൂടെ ആമൻ ഇതാ ആമൻ ആമൻ ഹല്ലേലൂയ ആ മുടന്തനായ വ്യക്തി ആമൻ ഹല്ലേലൂയ വരുന്നവരെയും പോകുന്നവരെയും വലിയ ലക്ഷ്യം വെച്ച് നോക്കി ആമൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നമുക്കവിടെ കാണുവാൻ കഴിയും. ആമൻ ആ മുടന്തനായ വ്യക്തി ആമേൻ ഹല്ലേലൂയ. ആ മൂന്നാമത്തെ വാക്യം 3:3 പ്രകാരം പറയുന്നു, അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. ആമേൻ ആമേൻ. പത്രോസും യോഹന്നാനും ആമേൻ പോകുന്ന ആമേൻ യാത്രയിൽ ആമേൻ എപ്പോഴും ചോദിക്കുന്നത് പോലെ, എപ്പോഴും ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവരോട് ഭിക്ഷ യാചിക്കുന്നത് പോലെ ആമേൻ പത്രോസിനോടും യോഹന്നാനോടും ആ മുടന്തനായ വ്യക്തി എന്ത് ചെയ്തു? ഭിക്ഷ ചോദിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. വിലയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കിയ ആമേൻ ആ മുടന്തനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മനസ്സിലാക്കിയ പത്രോസും യോഹന്നാനും ആമേൻ അവന്റെ പ്രശ്നത്തെ ഉറ്റുനോക്കുവാനിടയായി. ഇന്ന് പകലിലും എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആമേൻ നിന്റെ സാഹചര്യം എന്തെന്ന് നീ ദൈവത്തോട് പറയുമെങ്കിൽ, നിന്റെ അവസ്ഥ എന്തെന്ന് നീ ദൈവത്തോട് പറയുമെങ്കിൽ, നിന്റെ പ്രശ്നത്തെ ഇന്നവൻ ഉറ്റുനോക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഏതവസ്ഥയായാലും, അത് ഏത് നടക്കാൻ കഴിയാത്ത അവസ്ഥയായാലും, ഏത് മുടന്തിന്റെ അവസ്ഥയായാലും, ഏത് ഇരുളിന്റെ അവസ്ഥയായാലും, അവൻ ഏത് നാറ്റം വമിച്ച അവസ്ഥയായാലും, ഏത് ഞെരുക്കത്തിന്റെ അവസ്ഥയായാലും, ഇന്ന് നീ ഉറ്റുനോക്കുവാൻ തയ്യാറാണോ? ആമേൻ. സ്വർഗം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. യാചിക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഉറ്റുനോക്കുവാൻ അവൻ തയ്യാറാ. ആമേൻ. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി മനസ്സലിയുവാൻ സ്വർഗം റെഡിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കവിടെ കാണുവാൻ കഴിയും. ആമേൻ. പത്രോസ് യോഹന്നാനോട് കൂടെ അവനെ ഉറ്റുനോക്കി. പ്രൈസ് ദി ലോർഡ്. ഭിക്ഷ യാചിച്ചത് ആമേൻ പത്രോസും യോഹന്നാനും ആമേൻ ആ മുടന്തനായ വ്യക്തിയെ ഉറ്റുനോക്കി. ഇവൻ എന്താ കുഴപ്പം? ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഇവൻ എന്താ കുഴപ്പം? കാരണം ആമേൻ പുറമേ അവനെ കാണുമ്പോൾ അവൻ ഒരു പ്രശ്നവും ഉള്ളതായി ആർക്കും കാണുവാൻ കഴിയത്തില്ല. ആമേൻ. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ കുടുംബങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെയും പുറമേ നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നല്ല വസ്ത്രം ധരിക്കുന്നു, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, സകലവിധ സ്ഥാനമാനങ്ങളുമുണ്ട്.
പക്ഷെ വീടിന്റെ ഉള്ളറ വന്ന് നോക്കിയാൽ ആമൻ ഒരു 50,000 ലോണ് കാണും. ആമൻ കടക്കാരെ കൊണ്ട് പൊറുതിമുട്ടി. ആമൻ ഹല്ലേലൂയ. വാഹനത്തിന്റെ CC അടച്ചിട്ട് മാസങ്ങളായി കാണും. ആമൻ ഹല്ലേലൂയ. ആമൻ ലോകത്തിന്റെ വഴികളിൽ ചെതറിപ്പോയ തലമുറ, കുടുംബം, ആമൻ ചിന്നിച്ചെതറിയ അവസ്ഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമൻ പുറമേ നിന്ന് കാണുന്നവർക്ക് ആമൻ നിന്റെ ജീവിതം വലിയ സമ്പുഷ്ടമാ. പക്ഷെ നിന്റെ പ്രശ്നത്തെ കാണുന്ന ഒരുവരുണ്ട്. നിന്റെ സാഹചര്യത്തെ നിന്റെ ഉള്ളു തുറന്ന് നീ ദൈവത്തോട് യാചിക്കുമെങ്കിൽ, ആമൻ ഹല്ലേലൂയ, ആമൻ നിന്റെ ഹൃദയത്തെ കർത്താവിന് നീ കൊടുക്കുമെങ്കിൽ, നിന്റെ ഏത് സാഹചര്യത്തെയും ഉറ്റുനോക്കി കണ്ടുപിടിക്കുന്നവനായ ദൈവം മനുഷ്യൻ പുറമെയുള്ളത് കാണുമ്പോൾ അവൻ നിന്റെ ഹൃദയത്തെ അറിഞ്ഞു, അവൻ നിന്റെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളെ അറിഞ്ഞു, അവൻ നിന്റെ ഹൃദയത്തിന്റെ അന്തരംഗങ്ങളെ അറിഞ്ഞു. നിന്റെ അവസ്ഥയെ അറിഞ്ഞു, നിന്റെ അവസ്ഥയെ മാറ്റിത്തരുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുറമേ കാണുന്നവർക്ക് നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടെന്ന് ആമേൻ അറിയില്ലായിരിക്കാം. പക്ഷേ ആമേൻ നിന്റെ ഹൃദയം നീ ദൈവത്തിന് കൊടുക്കുമെങ്കിൽ, നിന്റെ അവസ്ഥയെ നന്നായി അറിഞ്ഞു നിന്റെ ഗതികേടിനെ മാറ്റി തരുന്ന ദൈവം. എനിക്കറിയത്തില്ല എന്റെ ഗതികേടെന്ന് കരയുന്ന ആരൊക്കെയോ, ആമേൻ ഹല്ലേലൂയ, ഇത് സംഭവിച്ചല്ലോ. ആമേൻ ചില ഗതികേടുകളുടെ ലേബലുകൾ ഈ കുടുംബത്തിനകത്ത് വന്നു കയറിയല്ലോ, ഈ രാജ്യത്ത് ആമേൻ എത്തിപ്പെട്ടു പോയല്ലോ. ആമേൻ കരയുന്നവർ, ആമേൻ ഒന്ന് റിലീസ് ആകുവാൻ കരയുന്നവർ ദൈവം നിനക്കേൽപ്പിച്ചത് തക്ക തുണയോ. കരം കോർത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ആമേൻ തീയായി മാറുവാൻ പോകുന്നു. കുടുംബമായി നീ പറക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പറ, ഒന്നിനും കൊള്ളാത്ത നീ പറക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പറ. ചില വിദേശ അവസരങ്ങൾ, ചില വിദേശ രാജ്യങ്ങളുടെ വാതിലുകൾ എന്ന് നീ കീറാമുട്ടിയായി കിടന്ന് കരയുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ആമേൻ നിന്നെ മാനിക്കുന്ന ഒരു ദൈവം. ആമേൻ ഹല്ലേലൂയ. നീ മുടന്തിയാണ് ഇതിനകത്ത് എത്തിയെങ്കിൽ, ആമേൻ നീ നടന്നും തുള്ളിയും ചാടിയും ആർത്തും സന്തോഷത്തിന്റെ വലിയൊരു ആമേൻ ആഘോഷവുമായി നീ മടങ്ങി പോകുവാൻ പോകുക. ആമേൻ പത്രോസും യോഹന്നാനും ഉറ്റുനോക്കിയപ്പോൾ ആമേൻ ഈ മുടന്തിനെ കാണുവാനിടയായി. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ 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 അവർ ഉറ്റുനോക്കുന്നത് കണ്ട് ആമേൻ പത്രോസും യോഹന്നാനും ചിന്തിച്ചു, എനിക്ക് വല്ലതും കിട്ടും, എനിക്ക് വല്ലതും കിട്ടും, എനിക്ക് വല്ലതും കിട്ടും. ഇന്ന് പകലിൽ ആമേൻ ആമേൻ വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. ആമേൻ നീ നിറഞ്ഞു തന്നെ പോവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിറയുന്ന അനുഭവം തന്നെ നിന്റെ ജീവിതത്തിൽ സ്വർഗ്ഗം ആമേൻ തരുവാൻ പോകുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ മറുപടി, ഇന്നലെ വരെ കേട്ടിട്ടില്ലാത്ത ഒരു നല്ല ശബ്ദം ആമേൻ ആ മുടന്തന്റെ കാതുകളിൽ കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറ്റുനോക്കുന്നത് വെറുതെയല്ല. ഉറ്റുനോക്കിയിട്ടുണ്ടെങ്കിൽ, അവൻ നിന്നെ ഉറ്റുനോക്കിയിട്ടുണ്ടെങ്കിൽ ആമേൻ നീ എഴുന്നേക്കാൻ പോവുകയാ. നീ എഴുന്നേക്കാൻ പോവുകയാ. ആമേൻ നിന്റെ മേൽ വിടുതൽ സംഭവിക്കുവാൻ പോവുകയാ. അവൻ ഒരു പക്ഷെ ലോകം ആ വിടുതൽ അനുഭവിക്കുന്നില്ലായിരിക്കാം. പക്ഷെ നീ അറിയുവാൻ പോകുന്നു, ദൈവത്തെ അറിഞ്ഞ നീ ആ വിടുതൽ അനുഭവിക്കുവാൻ പോകുന്നു. പത്രോസും യോഹന്നാനും പറയുന്ന മറുപടി ഇതാ, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നീ നടക്ക. വർഷം കൊണ്ട് ഉദരത്തിനകത്തെ ചുമന്ന ആ മുടന്തിനെ സ്വർഗത്തിന് മാറ്റുവാൻ കഴിയുമെങ്കിൽ
നീ ആയിരിക്കുന്ന എല്ലാ തകർച്ചയെയും, നീ ആയിരിക്കുന്ന എല്ലാ പ്രശ്നത്തിനകത്തു നിന്നും ചൂടവന അധനഘടക ശിയാംതന ആൽഗൽ പ്രൗഢവന ശംതനെ അധനഘടക ശിയാംതനാരകൾ ഘടകശി. സ്വർഗത്തിന് നിന്നെ നടത്തുവാൻ കഴിയും. സ്വർഗത്തിന് നിന്റെ അവസ്ഥയെ മാറ്റുവാൻ കഴിയും. നിന്റെ പേരിനെ മാറ്റുവാൻ കഴിയും. നിന്റെ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയും. നിന്റെ ആത്മീക തലത്തെ മാറ്റുവാൻ കഴിയും. പട്ടണങ്ങളെ പിടിച്ചടക്കുവാനുള്ള അധികാരത്തെ ലോകം വിധി എഴുതിയ മുടന്തിനെ, ലോകം എഴുതിയ ആമേൻ ആ മുടന്തിനെ ചൂടബാബ സ്വർഗം മാറ്റുവാൻ പോകുകയോ, സ്വർഗം മാറ്റുവാൻ പോകുന്നു, സ്വർഗം മാറ്റുവാൻ പോകുന്നു, സ്വർഗം മാറ്റുവാൻ പോകുന്നു. അവന് നൽകുവാൻ വെള്ളിയും പൊന്നുമല്ല ഉള്ളത്, സൗഖ്യത്തിന്റെ കരം, വിടുതലിന്റെ കരം. ചൂടബാബ ശംതനാരകസിയ അധനഘടക ശംതനാരകൾ പ്രൗഢവന. നീ ഇരുന്ന് തളർന്നത് മതിയെന്ന് ഓടുവാനുള്ള സമയമാ. ചൂടബാബ ശംതനഘടക സിയാംതന മുടന്തന്റെ നരിയാളുകളെ ഉറപ്പിച്ചുവെങ്കിൽ വൈശ്വമന ഹതനഘടക സിയാംതന ആൽഗൽ പ്രൗഢവന ധീബലഘടകസി അർദ്ധനാരകൾ ശമന. ചില നരിയാളുകൾ സ്വർഗം ഉറപ്പിക്കുവാൻ പോകുന്നു. ചില സാമ്പത്തിക അടിസ്ഥാനങ്ങളെ, ചില ശുശ്രൂഷയുടെ അടിസ്ഥാനങ്ങളെ, ചില കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനങ്ങളെ ചൂടബാബ ശംതനഘടക സിയാംതന വൈഡൽ പ്രൗഢവന ദുരാജകൾ ഘടകസി അത്തനഘടക ശംതനാരകൾ പ്രൗഢവന. സ്വർഗം നിന്നെ ഉറ്റുനോക്കുന്നുണ്ട്. പ്രാപിച്ചോ ആമേൻ. സ്വർഗം നിന്നെ ഉറ്റുനോക്കുന്നുണ്ട്. ആ സ്വർഗം ഹല്ലേലൂയ നിനക്ക് വേണ്ടി വൻ കാര്യത്തെ ചെയ്യുവാൻ പോകുക. ചൂടബാബ ശംതനഘടകസി ആ തേളിനെ നീ വിട്ടുകള. ആമേൻ. നിന്നെ കൂട്ടമായി നിന്നിച്ചോ നീ വിട്ടുകള. ആ ചെന്നായ്ക്കളുടെ കൂട്ടത്തെ നീ വിട്ടുകള. ചൂടബാബ ശംതനഘടകസി അർത്ഥനാരകൾ പ്രൗഢവന. നീ യോസേഫ ദർശനം പ്രാപിച്ചവന, നീ ദർശനം പ്രാപിച്ചവള. നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ചൂടബാബ ശംതനഘടകസിയ അർത്ഥ പ്രൗഢവന അതനഘടക ശംതനാരകൾ പ്രൗഢവന അതനഘടക സിയാംതനെ ഹല്ലേലൂയ. വലങ്കൈ പിടിച്ച് നിന്നെ അവൻ എഴുന്നേൽപ്പിക്കുവാൻ പോകുക. ചൂടബാബ ശംതനഘടക സിയാംതുനെ ആൽഗൽ പ്രൗഢവന ധീമലഘടക ശംതാരകന. വിശ്വസിക്കുവാൻ തയ്യാറാണോ? വിശ്വസിക്കുവാൻ തയ്യാറാണോ? ഇരിക്കുന്ന സ്ഥാനങ്ങൾ നേറ്റാട്ടെ. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഞാനൊരു തീയായി മാറുവാൻ പോകുന്നു. ഞാനൊരു വലിയ സൈന്യമായി മാറുവാൻ പോകുന്നു. ഇന്ന് നിന്റെ മുമ്പിൽ അസ്ഥിയായിരിക്കാം. ആമേൻ. ഇന്ന് നിന്റെ മുമ്പിൽ അസ്ഥി കുമ്പാരമായിരിക്കാം. വിശ്വാസത്തോടെ ചില ശൂന്യതയെ നോക്കി പ്രവചിക്കുക. ചൂടബാബ ശംതനഘടകസിയ അത്തനഘടക ശൈഡവന ധീമലഘടക ശംതനഘടകസി. ആമേൻ. നിന്റെ ചുറ്റിലും ഒരു വർദ്ധനവിനെ സ്വർഗം നിനക്ക് വേണ്ടി ഏൽപ്പിക്കുവാൻ പോകുന്നു. ചൂടബാബ ശംതനഘടക സിയാംതന അഥനഘടക ശംതനെ റിമാനഘടകസി അർത്ഥനഘടക ശംധാരകന വൈഡമന ധീമലഘടക ശംതനാരകൾ പ്രൗഢവന ചൂടമന ഹതനഘടകസിയ അർത്ഥനഘടക ശിയാംതനെ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനോട് അങ്ങനെ തന്നെ പറയുവാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. ചില അസ്ഥി കുമ്പാരങ്ങളെ നിനക്ക് ചുറ്റിലും ആമേൻ സൈന്യമായി നിർത്തി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുവാൻ തയ്യാറാണോ? ആമേൻ. ഇന്ന് നിന്നോടൊപ്പം കൈകോർക്കുവാൻ ഒന്നുകിൽ ഭാര്യയില്ലായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവില്ലായിരിക്കാം. ആത്മീക ജീവിതത്തിനകത്ത് നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, നിന്നെ ഒന്ന് കരം പിടിക്കുവാൻ ആരുണ്ടെന്ന് കരയുന്ന നിന്റെ കണ്ണുനീരിന് ഞാൻ പറഞ്ഞില്ലേ, നിന്റെ കുടുംബത്തിനകത്തുണ്ട് തേള്. പരിശുദ്ധാത്മാ പറയുന്നു, ചില തേളുകൾ ആമേൻ നിനക്ക് അനുകൂലമായി ആമേൻ വരുവാൻ പോകുകയാ. ചൂടബാബ ശംതനഘടകസി. ആ തേളിന്റെ കുത്ത് കണ്ടിട്ടാ നീ ഇന്നും ഇതിനകത്തായിരിക്കുന്നത്, ഇന്നും ഈ ശബ്ദം കേൾക്കുന്നത്. ആ തേളിന്റെ കുത്ത് കണ്ടിട്ടാ സ്വർഗം പറയുന്നു, ആമേൻ ചില തീ നിനക്ക് മുമ്പായി കടന്നു പോകുന്നുണ്ട്. ചൂടബാബ ശംതനഘടകസിയ നീ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ സ്വർഗം നിനക്ക് തന്നിരിക്കുന്ന അധികാരത്തെ അവൻ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു. ചൂടബാബ ശംതനഘടകസി. ആ തീക്കകത്ത് വെളിപ്പെട്ട സാന്നിധ്യം, ആ കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന സാന്നിധ്യം. ചൂടബാബ ശംതന അഥനക ശിയാംതന വൈഡവന ധീമലഘടകസി. നിന്റെ തൊഴിലിനകത്ത് ഒരു അഭിവൃദ്ധി, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത്
ഉദരഫലമെന്ന വാഗ്ദത്തത്തിന്റെ മേൽ ചൂടബബ അത്തനഘടക ശിയാംതന വൈഡൽ പ്രൗഢമന ധീമനഘടകശി അവൻ തളർന്നിരിക്കുന്ന നിന്റെ മുഴങ്കാലുകളെ ചൂടബബ ശബ്ദനഘടകശി അവൻ ബലമുള്ളതാക്കി തീർക്കുവാൻ പോകുകയാണ്. ആമേൻ ഹല്ലേലൂയ. സ്വർഗ്ഗം പറയുന്നു നീ ഇരുന്നതും മതി. ആമേൻ ഹല്ലേലൂയ. ആമേൻ നിന്നെ അവൻ ഓടാനാ വിളിച്ചേ. പ്രൈസ് ദി ലോർഡ്. എന്തിനാ അവൻ അധികാരം തന്നത്? ആമേൻ ഇരിപ്പാനല്ല, ആമേൻ ഓടുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ചില പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലുവാനുള്ള ഒരു അധികാരം ചൂടബബബ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. പടക്കൂട്ടത്തിന്റെ നേരെ നിന്റെ മുമ്പിൽ വലിയൊരു പടക്കൂട്ടമുണ്ട്. അത് ആത്മീക പടക്കൂട്ടമാകാം, ആമേൻ. കുടുംബ ജീവിതത്തിന്റെ പടക്കൂട്ടമാകാം, സാമ്പത്തിക മേഖലയുടെ പടക്കൂട്ടമാകാം. ആമേൻ. പാഞ്ഞു ചെല്ലുവാനുള്ള അധികാരം ചൂടബബ ഈ കണ്ണുനീരും പ്രാർത്ഥനയും ചില പടക്കൂട്ടത്തിന് നേരെ ചെല്ലുവാനുള്ള ആമേൻ ഒരു യുദ്ധക്കളവ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു ആമേൻ. ഈ യുദ്ധത്തിൽ യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയുവാൻ പറയുന്നു. യഹോവ നിനക്കും എനിക്കും വേണ്ടി യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തോടും കൂടെയുള്ള ദൂത യഹോവ ആമേൻ ആമേൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ യുദ്ധം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചൂടബബ ശംതനഘടകശിയ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.